കൊണ്ടോട്ടിയിലെ ജനങ്ങൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ലോകത്തിൽ തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം ഇന്നേ വരെ ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് കൊണ്ടോട്ടിയിലെ ജനങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, MDF എന്നൊരു സംഘടനയുടെ അഹോരാത്രമായ ഒരു പ്രയത്നത്തിലൂടെ, ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രയത്നത്തിലൂടെ നമുക്ക് യാത്രക്കാർക്ക് എല്ലാവർക്കും കൂടി ഈ ഒരു ഈ ഒരു ഉപഹാരം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അതീതമല്ല എന്നറിയാൻ എനിക്ക് എന്നിൽ കൂടെ ഒരു ചെറിയൊരു ഉപഹാരം, സ്നേഹ സമ്മാനമായിട്ട് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചതാണ് ഈ ഒരു ആശുപത്രി കെട്ടിടം എന്ന് പറയുന്നത്. ഇതിലൂടെ ഒന്നും പ്രകർപ്പിച്ചാൽ തീരില്ല ഈ ഒരു സന്തോഷം. ഈ ഒരു നിമിഷത്തിൽ അത് പറഞ്ഞാലും തീരില്ല. ദുഃഖവും സന്തോഷവും തളം കെട്ടി നിൽക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഓർമ്മകൾ ഇന്ന് സ്മരിക്കുമ്പോൾ നമുക്കൊക്കെ വേദന ഉണ്ടാകുമ്പോഴും ഇന്ന് ഒരു 5 വർഷത്തിന് ശേഷം ഈ നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു ഉപഹാരം നൽകുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സമാനതകളില്ലാത്ത ധീരതയും അതുപോലെ തന്നെ അത്യപൂർവമായ സത്യസന്ധതയുമാണ് കൊണ്ടോട്ടിയിലെ നിവാസികൾ ആ ഭീകരമായ നിമിഷത്തിൽ ഈ അപകടത്തിൽ പറ്റിയ എല്ലാവർക്കും വേണ്ടി കാഴ്ചവെച്ചത്. അവരോടുള്ള നന്ദി എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ആ നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ ആരോഗ്യ കേന്ദ്രം. ഈ നാട്ടുകാർക്ക് എല്ലാ കാലത്തും ഉപകാരപ്പെടുന്ന ഒരു കെട്ടിടമായിട്ട് ഒരു കേന്ദ്രമായിട്ട് ഇത് മാറട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കരിപ്പൂർ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ടവർ നാട്ടുകാരായ രക്ഷാപ്രവർത്തകർക്ക് നന്ദി സ്മാരകമായി പണിത ആശുപത്രി കെട്ടിടം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു. TV ഇബ്രാഹിം MLA അധ്യക്ഷനായി. കൊണ്ടോട്ടി നഗരസഭ ചെയർമാൻ UK മുഹമ്മദ് ഷാ ആശുപത്രി കെട്ടിടം ഏറ്റുവാങ്ങി. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ MP, MK രാഘവൻ MP, P അബ്ദുൽ ഹമീദ് MLA, CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PKC അബ്ദുറഹ്മാൻ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആയിഷ ബിന്ദു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EM റഷീദ്, DCC പ്രസിഡന്റ് VS ജോയ്, മലപ്പുറം DMO ഡോക്ടർ TK ജയന്തി, വിമാനാപകട ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുറഹ്മാൻ ഇടക്കുനി, ജനറൽ സെക്രട്ടറി K അബ്ദുൽ റഹീം തുടങ്ങിയവർ പ്രസംഗിച്ചു. 2020 ഓഗസ്റ്റ് 7 രാത്രിയാണ് ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂർ റൺവേയുടെ കിഴക്കേ അറ്റത്ത് ലാൻഡിങ്ങിനിടെ തെന്നി താഴ്ചയിലേക്ക് പതിച്ചത്. 3 പിളർന്ന വിമാനത്തിലെ 2 പൈലറ്റ് ഉൾപ്പെടെ 21 പേർ മരിച്ചു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. അന്നു രക്ഷപ്പെട്ടവരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ് നാട്ടുകാർക്കായി ആശുപത്രി കെട്ടിടം പണിതത്. അപകടം നടന്ന കരിപ്പൂരിനു സമീപത്തെ ചിറയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് 30 ലക്ഷം രൂപ ചെലവിട്ട് കെട്ടിടം പണിതത്. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതരും മറ്റ് യാത്രക്കാരും ചേർന്ന് രൂപീകരിച്ച MDF ചാരിറ്റി ഫൗണ്ടേഷൻ ആണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. വിമാന അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ട യാത്രക്കാരും രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരുടെയും അനുഭവം പങ്കുവെച്ച് സംഗമവും നടന്നു. നമുക്ക് ചുറ്റും നടക്കുന്നതൊക്കെ നമ്മൾ അറിയും, പക്ഷേ നമ്മൾക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ അനുഭവിച്ചത്. ഞാനിങ്ങനെ ബോധം പോയിട്ട് ഇങ്ങനെ ഈ സീറ്റിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട്. മോൾ അവിടുന്ന് കരയുന്നുണ്ട്. എൻ്റെ മുഖത്ത് ഫുള്ള് ബ്ലഡാണ്. മുഖം ഫുള്ളായിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ട് ഒരു സൈഡ് മുഴുവൻ വീർത്തിരിക്കുക. പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ല. മൊത്തത്തിലൊരു ബാപ്പു വടക്കൻ അധ്യക്ഷനായി. OK മൻസൂർ പേപ്പൂർ, ഡോക്ടർ സജാദ് ഹുസൈൻ, സഫ്വാൻ വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് എയർ 1.